എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ പന്തളത്തെക്കുറിച്ചും പന്തളം പ്രദേശത്തെക്കുറിച്ചും പന്തളം നാടിനെക്കുറിച്ചും ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാനീ ചെയ്യുന്നത്. പന്തളത്ത് ജനിച്ചു വളർന്നവരും പന്തളത്തെ സ്നേഹിക്കുന്നവരുമായ എല്ലാവരും ഈ നാടിൻ്റെ പഴയകാല ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതിനുള്ളൊരു പരിശ്രമമാണ് എൻ്റെ ഈ ചെറിയ വീഡിയോ. 1820കളിൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം ലഫ്റ്റനൻറ്റ് പീറ്റർ ഐർകോണറും ബെഞ്ചമിൻ സ്വൈൻവാർഡും ചേർന്ന് കേട്ടുകേൾവിയുടെയോ കഥകളുടെ അടിസ്ഥാനത്തിലല്ലാതെ നേരിട്ടെത്തി കണ്ട് ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അതിൽ പന്തളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നതാണ് ഞാൻ ചുരുക്കി പറയാൻ പോകുന്നത്. വിശദമായിട്ട് പറയുന്നില്ല, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പന്തളത്തെക്കുറിച്ച് പറയുകയാണ്, അവരുടെ റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണ്. പന്തളം പ്രിൻസിപ്പാലിറ്റി എന്നാണ് അവർ പന്തളം രാജ്യത്തെ വിശേഷിപ്പിച്ചത്. അവരുടെ റിപ്പോർട്ട് ഇപ്രകാരമായിരുന്നു. കൊല്ലവർഷം 987 അതായത് AD 1812 പന്തളം രാജ്യം എന്ന് അറിയപ്പെട്ടു തുടങ്ങിയതെങ്കിലും 377 നിലവിൽ വന്നതാണ് പന്തളം രാജ്യം. തിരുവിതാംകൂറിനോട് ചേർക്കപ്പെട്ടതിന് ശേഷം തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിലെ മതിലകം രേഖപ്രകാരം പന്തളം രാജ്യം, സർവേ റിപ്പോർട്ടിൽ പന്തളം ഡിസ്ട്രിക്റ്റ്, ഫലഭൂയിഷ്ടവും നിബിഡ വനങ്ങളാൽ സമ്പന്നമായതും സാംസ്കാരികമായ പൈതൃകം നിറഞ്ഞതുമാണ് പന്തളം എന്ന ഈ പ്രദേശം. ഈ രാജ്യം 742 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. അതായത് 742 ചതുരശ്ര മൈൽ വിസ്തൃതി എന്ന് പറയുമ്പോൾ ഒരു ചതുരശ്ര മൈൽ എന്നത് 2.59 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ അത് വെച്ച് കണക്ക് കൂട്ടി നോക്കുക, ഏകദേശം 2000 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയാണ് അവർ അന്നത്തെ ആ സർവേ റിപ്പോർട്ടിൽ പന്തളത്തിനെ കുറിച്ച് പറയുന്നത്. ആ പ്രദേശത്തെ, അതായത് ആ പന്തളം രാജ്യത്തെ, പന്തളം പ്രിൻസിപ്പാലിറ്റിയെ ഭരണസൗകര്യാർത്ഥം പന്തളം, കോന്നി അഥവാ കോന്നിയൂർ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. കോന്നിയൂർ, കക്കാട്ട്, അറക്കുളം എന്നീ 4 ഡിവിഷനുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഇതിൽ ഭരണസിരാകേന്ദ്രമായ പന്തളം 40 മുറികൾ അഥവാ കരകൾ, വില്ലേജുകൾ എന്ന് നമുക്ക് വിളിക്കാം, അത്രയും 40 മുറികൾ ഉള്ളതും 49 ചതുരശ്ര മൈൽ വിസ്തൃതവുമാണ്. അതായത് പന്തളം, ആ ഭരണസ്ഥിരാകേന്ദ്രമായ പന്തളമാണ് 49 ചതുരശ്ര മൈൽ വിസ്തൃതമായിരുന്നത്. ഇതാണ് വളരെ ചുരുക്കി ഞാൻ ഇതിനെക്കുറിച്ച്, ആ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്. അത് ആ മതിലകം രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് വിശദമായിട്ട് ഇതിൻ്റെ രേഖകൾ, നമുക്ക് റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്യും. അന്നത്തെ റിപ്പോർട്ടിനെ വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ടിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇതിലും ആയിരക്കണക്കിന് മുന്നേയുള്ള വർഷത്തെ ചരിത്രമാണ് പന്തളത്തിനുള്ളത്. നമുക്കറിയാം, ഇത് ആ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുണ്ടാക്കിയൊരു ചരിത്രമാണ്. അവർ നേരിട്ട് വന്ന് കണ്ട് സന്ദർശിച്ച് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ ചുരുക്കി ഞാൻ പറഞ്ഞത്. തെങ്കാശി മുതൽ തൊടുപുഴയ്ക്കടുത്ത് വരെ, അതായത് മണിമണ്ഡപം എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്, അവിടുത്തെ ചുങ്കം പിരിക്കുന്ന പന്തളം രാജ്യത്തിൻ്റെ 1000 ചതുരശ്ര മൈലിലേറെ വിസ്തൃതമായിരുന്നു പന്തളം രാജ്യം. 742 അല്ല, 1000-ത്തിലേറെ ചതുരശ്ര മൈൽ വിസ്തൃതമായിരുന്നു പന്തളം രാജ്യം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 2.59 ചതുരശ്ര കിലോമീറ്ററാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2600ഓളം ചതുരശ്ര മൈൽ വിസ്തൃതമായിരുന്നു പന്തളം എന്ന ആ മഹത്തായ രാജ്യം. പല നാട്ടുരാജ്യങ്ങളെയും
തിരുവിതാംകൂർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നു. എന്നാൽ പന്തളത്തിനെ മാത്രം അവർ ആക്രമിക്കാനോ തിരുവിതാംകൂറിനോട് ചേർക്കാനോ അവർ ശ്രമിച്ചില്ല. അതിന് കാരണം ഈ രണ്ട് രാജവംശങ്ങളും, പന്തളം രാജവംശവും തിരുവിതാംകൂർ രാജവംശവും തമ്മിലുള്ള ആ ഒരു അടുത്ത സൗഹൃദം, ഒരു ആത്മബന്ധം എന്ന് തന്നെ പറയാം. അത് കാരണമായിരുന്നു തിരുവിതാംകൂർ പന്തളത്തെ ആക്രമിച്ച് കീഴടക്കി തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർക്കാതിരിക്കുകയോ ചെയ്യാതിരുന്നത്. എന്നാൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തിരുവിതാംകൂർ അവരുടെ സുഹൃത് രാജ്യമായിരുന്ന പന്തളത്തെ സൈനികമായിട്ട് സഹായിച്ചിരുന്നു. ഇതിന് ചെലവായത് അന്നത്തെ എനിക്ക് തോന്നുന്നത് ഏകദേശം 2.25 ലക്ഷത്തോളം രൂപ. പഴയ ആ കാലത്തെ 2.25 ലക്ഷത്തോളം രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ എത്ര കോടി വരുമെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും തുക അതിന് സൈനികമായിട്ട് തിരുവിതാംകൂറിന് ചെലവായി പന്തളത്തെ സഹായിച്ചതിന്. ഈ തുക പന്തളം രാജ്യം തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അതായത് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം ഒക്കെ എഴുത്തും മറ്റ് രീതിയിലുള്ള വരുമാനവും ഒക്കെ ഉപയോഗിച്ച് ഇത് തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ 1820-കളായപ്പോഴേക്കും ഈ തിരിച്ചടവ് അവർക്ക് കഴിയാതെ വന്നതോടുകൂടി, ബുദ്ധിമുട്ടായതോടുകൂടി പന്തളം രാജവംശം എന്ത് ചെയ്തു? ഈ പന്തളം രാജ്യത്തെ തിരുവിതാംകൂറിന് എഴുതി കൊടുക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ തിരുവിതാംകൂർ ഇതിനെ ആക്രമിച്ച് കീഴടക്കുകയോ മറ്റു രീതിയിൽ അവർ തിരുവിതാംകൂറിനോട് ചേർക്കുകയായിരുന്നില്ല ചെയ്തത്. പന്തളം രാജവംശം ഈ കടം വീട്ടാൻ വേണ്ടി ചിലവായ തുക തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഈ പന്തളം രാജ്യത്തെ തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കി, അത് ഈ തീരാധാരമാണ് അവർ ചെയ്ത് തിരുവിതാംകൂറിന് എഴുതി കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതാണ് പന്തളത്തിൻ്റെ ചുരുക്കി പറഞ്ഞാലുള്ള പന്തളം രാജ്യം എന്തായിരുന്നു എന്നുള്ളതും പന്തളം രാജ്യം പിന്നീട് തിരുവിതാംകൂറിൻ്റെ ഭാഗമായത് എങ്ങനെയാണെന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ അവതരിപ്പിച്ചത്. അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ കേരള സംസ്ഥാനം ഉണ്ടായി. കേരള സംസ്ഥാനം രൂപീകരിച്ചു. പക്ഷേ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഇത്രമാത്രം ചരിത്രവും പൈതൃകവുമുള്ള പന്തളത്തെ തീർത്തും അവഗണിക്കുകയായിരുന്നു ചെയ്തത്. അതായത് ഇത്രമാത്രം വിസ്തൃതവും വിശാലവും ചരിത്രപരമായും സാംസ്കാരികമായും ഏറെ സവിശേഷതകൾ ഉണ്ടായിരുന്ന പന്തളത്തെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ജില്ലയാക്കാൻ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായില്ല. വളരെയേറെ അർഹതയുണ്ടായിരുന്നു പന്തളം കേരള സംസ്ഥാനത്തിലൊരു ജില്ലയായിട്ട് രൂപീകരിക്കപ്പെടാൻ. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വവും ഭരണാധികാരികളും അതിന് തയ്യാറായില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ആ സംസ്ഥാനത്തുൾപ്പെടുന്ന നാടുകളുടെ ചരിത്രപരമായ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടും അതിൻ പ്രകാരം വേണമായിരുന്നു ജില്ലകൾ രൂപീകരിക്കേണ്ടിയിരുന്നത്. അതിനു പകരം അന്നത്തെ നേതാക്കളുടെ താല്പര്യപ്രകാരമാണ് ഈ ജില്ലാ രൂപീകരണം ഉണ്ടായതും പന്തളത്തെ അവഗണിച്ചതും. ആ അവഗണനയും ആ വിവേചനവും പന്തളത്തോടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് തുടങ്ങിയ ആ ഒരു അവഗണന ഇപ്പോഴും തുടരാൻ കാരണം എന്താണ്? പന്തളത്തെ ജനങ്ങൾ തന്നെയാണ് കാരണം. നമുക്കറിയാം, പത്തനംതിട്ട ജില്ല രൂപീകരിച്ചു. ജില്ല രൂപീകരിച്ചപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു ജില്ല രൂപീകരിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടത് ഏതായിരുന്നു? പന്തളം ജില്ലയായിരുന്നു രൂപീകരിക്കേണ്ടിയിരുന്നത്. പോട്ടെ, പന്തളം ജില്ല രൂപീകരിച്ചില്ല. പന്തളത്തെ കുറഞ്ഞ പക്ഷം ഒരു താലൂക്കായിട്ടെങ്കിലും ഉയർത്തേണ്ടിയിരുന്നു. എന്തുകൊണ്ട് ഭരണാധികാരികൾ ചെയ്തില്ല? അന്നും പന്തളത്ത് നിന്ന് CPM, കോൺഗ്രസ് എന്നീ പാർട്ടികളിൽ വലിയ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നിട്ടും പന്തളത്തുകാർ കുറേ സമരം ചെയ്തു. പന്തളം കുറുന്തോട്ടയം കവലയിൽ പന്തലും കെട്ടി, സമരപ്പന്തലും കെട്ടി ഈ സമരം ചെയ്തിരുന്നു. ഞാനും ആ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ
അത് നടന്നില്ല. എന്തുകൊണ്ട്? കുറേ ദിവസം സമരം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സമരം ചെയ്തവർ തന്നെ അവിടുന്ന് സമരം മതിയാക്കി പോവുകയാണ് ചെയ്തത്. അതാണ് പന്തളത്തിന് വന്ന ഗതികേട്. ഈ പന്തളത്ത് പല പാർട്ടികളിലും നേതാക്കന്മാരുണ്ട്. പക്ഷേ അവർക്ക് പന്തളത്തോടുള്ള സ്നേഹം, എന്തെങ്കിലും രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടാക്കുക, അതിൽ കൂടി കുറച്ച് ആൾക്കാരെ അവരുടെ പക്ഷത്ത് കൊണ്ടുവരിക, എന്നിട്ട് അത് വെച്ചിട്ട് അവർക്ക് രാഷ്ട്രീയമായിട്ട് വളരുക, നേട്ടങ്ങളുണ്ടാക്കുക. അതാണ് പന്തളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഈ മണ്ഡല പുനഃക്രമീകരണം നടന്നു. നേരത്തെ പന്തളം നിയോജക മണ്ഡലമായിരുന്നു. ഇപ്പോൾ ആ പന്തളത്തിൽ നിയോജകമണ്ഡലം ഇല്ലാതാക്കിയിട്ട് ഈ മഹത്തായ പന്തളം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ അടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ, അടൂർ മണ്ഡലത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അടൂർ എന്ന് പറയാൻ പന്തളത്തിൻ്റെ ചരിത്രപരമായിട്ട് നോക്കുകയെന്നും പൈതൃകം നോക്കിയാലും പന്തളവുമായിട്ട് ഒരു രീതിയിലും തുലനം ചെയ്യാൻ പറ്റാത്ത ഒരു പ്രദേശമാണ് അടൂർ. ആ അടൂരിൻ്റെ ഒരു ഘടകമായിട്ട് അടൂർ താലൂക്കിലും, അടൂർ പത്തനംതിട്ട ജില്ല രൂപീകരിച്ച സമയത്ത് പന്തളം താലൂക്ക് ആകാതെ അടൂർ താലൂക്ക് രൂപീകരിച്ചിട്ട് പന്തളത്തിനെ അതിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടി. അത് കഴിഞ്ഞ് മണ്ഡല പുനഃക്രമീകരണം വന്നപ്പോൾ അടൂർ മണ്ഡലത്തിൻ്റെ തൊഴുത്തിൽ പന്തളത്തെ കൊണ്ട് കെട്ടി. അന്ന് BJP ഉൾപ്പെടെയുള്ള പാർട്ടി ആവശ്യപ്പെട്ട പന്തളം മണ്ഡലം നിലനിർത്തണമെന്നല്ല, BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറഞ്ഞ പന്തളത്തെ അടൂർ നിയോജകമണ്ഡലത്തിൽ ചേർക്കണമെന്ന്. ഒരു വിഭാഗം പറഞ്ഞ് അന്ന് നടന്നത്, ഒരു വിഭാഗം പറഞ്ഞ് പന്തളത്തെ അടൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാക്കണം, മറുവിഭാഗം പറഞ്ഞു, BJP ഉൾപ്പെടെയുള്ള മറുവിഭാഗം പറഞ്ഞ് പന്തളത്തെ ആറന്മുള മണ്ഡലത്തിൻ്റെ ഭാഗമാക്കണം. പന്തളത്തെ സ്നേഹിക്കുന്നവരായിരുന്നില്ല എന്തുമായിരുന്നു ചെയ്യുന്നത്? ഈ രാഷ്ട്രീയ പാർട്ടികളോ ഈ രാഷ്ട്രീയ നേതാക്കളും പന്തളത്തെ സ്നേഹിക്കുന്നവരായിരുന്നില്ല എന്തുമായിരുന്നു ആവശ്യപ്പെടുന്നത്? പന്തളം മണ്ഡലം നിലനിർത്തണം എന്നേ പറയത്തുള്ളായിരുന്നു. പണ്ട് പന്തളം ഇതായിരുന്നു, ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ആണ് പന്തളം. ഇപ്പോഴും ഭാരതത്തിനകത്ത് തന്നെയല്ല, ഭാരതത്തിന് പുറത്തും അറിയപ്പെടുന്നു പന്തളം എന്ന പ്രദേശം. കാരണം നമുക്കറിയാം, മര്യാദാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മം കൊണ്ട് പുകൾപെറ്റ അയോധ്യ പോലെയും ഗീതോപദേശത്തിലൂടെ ലോകത്തിൻ്റെ ജഗദ്ഗുരുവായി മാറിയ, ലോകത്തിന് വെളിച്ചം പകർന്നു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ, ജഗന്നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ മധുരാപുരി പോലെയും പവിത്രമാണ് കലിയുഗ വരദനായ തത്വമസി. അത് നീ തന്നെ എന്ന് ലോകത്തിനോട് അരുളിയ ഭഗവാൻ അയ്യപ്പൻ്റെ ജന്മം കൊണ്ട് വളരെയേറെ പവിത്രവൽക്കരിക്കപ്പെട്ട പന്തളം പ്രദേശത്തിൻ്റെ ചരിത്രം, ഇത്രയും വിസ്തൃതമായ ഒരു രാജ്യം, ഈ ചരിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJPയോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പറഞ്ഞില്ല പന്തളം മണ്ഡലം നിലനിർത്തണം. അത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള പന്തളം മണ്ഡലം നിലനിർത്തണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആ പാർട്ടി നേതൃത്വമോ ആവശ്യപ്പെട്ടില്ല. അതിൻ്റെ അർത്ഥം തന്നെ ഇതാണ്, ഇവർക്കൊന്നും പന്തളം എന്ന പ്രദേശത്തിനോടുള്ള സ്നേഹം അവർക്ക്, അതായത് രാഷ്ട്രീയ നേതൃത്വം ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെതിരായിട്ട് ഞങ്ങളുടെ പ്രദേശത്തിന് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ നേതൃത്വം ഇവരെ സൈഡ് ലൈൻ ചെയ്യും, പാർശ്വവൽക്കരിക്കും എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ അവർ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മറന്ന് അവരുടെ പുരോഗതിക്ക് പ്രവർത്തിക്കാനാണ് അവർ ശ്രമിച്ചത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത കാലത്ത് പന്തളത്ത് 90കളിൽ പന്തളം മുനിസിപ്പാലിറ്റി രൂപീകരിച്ചു. സാധാരണ ഏതൊരു പ്രദേശവും വിചാരിക്കുന്ന ഗ്രാമമാണെന്നുണ്ടെങ്കിൽ അത് നഗരമായിട്ട് വളരണം, നഗരം വളർന്ന് അത് വലിയ നഗരമായിട്ട് പോകണം എന്നുള്ള ചിന്തയാണ് എല്ലാവരും ചെയ്യുന്നത്. 90കളിൽ പന്തളം നഗരസഭ രൂപീകരിച്ചു. പക്ഷേ ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ നേട്ടത്തിന് വേണ്ടി 3 വർഷം കഴിഞ്ഞപ്പോൾ പന്തളം, അതായത് എനിക്ക് തോന്നുന്നത് 90ലാണെന്ന് തോന്നുന്നു പന്തളം മുനിസിപ്പാലിറ്റി രൂപീകരിച്ചത്. 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ സമരം ചെയ്ത് പന്തളത്തിന്
വീണ്ടും പഞ്ചായത്തായി തരം താഴ്ത്തുകയാണ് ചെയ്തത്. അതായത് വളരാൻ വേണ്ടി ഒരു കുതിപ്പ് നടത്തിയതാണ് നഗരസഭയായിട്ട്. ആ നഗരം എന്നുള്ള പദവിയിൽ നിന്ന് അതിനെ വീണ്ടും ഗ്രാമമായിട്ട് തരം താഴ്ത്താൻ വേണ്ടിയാണ് ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ ശ്രമിച്ചത്. ഇന്നും അത് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 7 വർഷം മുമ്പ്, പന്തളം ജനകീയ വികസന സമിതി എന്നും പറഞ്ഞ് ചിലരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കി. അവരുടെ ആവശ്യം പന്തളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇത് ചെയ്യാനാണെന്നും നഗരസഭ പുനഃസ്ഥാപിക്കണം, അതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുമൊക്കെ അവർ പറഞ്ഞാണ് ഇത് തുടങ്ങിയത്. ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ അവിടെ വെച്ചൊരു നിർദ്ദേശം വെച്ചു. നമുക്കിത് തന്നെയല്ല വേണ്ടത്. പന്തളം താലൂക്ക് നമുക്ക് നഷ്ടപ്പെട്ട് ജില്ലയോ കിട്ടിയില്ല. ഇനി കേരളത്തിലൊരു ജില്ല രൂപീകരിക്കുവാണെങ്കിൽ അത് പന്തളം കേന്ദ്രീകരിച്ച് തന്നെ പന്തളം ജില്ലയായിരിക്കണം. അത് വിദൂര സ്വപ്നം ആയതുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടേണ്ടത് ഈ പത്തനംതിട്ട ജില്ലയിൽ ഇനി ഒരു താലൂക്ക് രൂപീകരിക്കുവാണെങ്കിൽ അത് പന്തളം താലൂക്കായിരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അന്നേരം യോഗത്തിൽ ഉള്ളവരൊക്കെ പറഞ്ഞ അതിനെ എതിർത്തൊന്നുമില്ല, നമുക്കതൊക്കെ ആവശ്യപ്പെടണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ലെന്നും പലരും പറഞ്ഞു. അതൊന്നും സർക്കാർ അംഗീകരിക്കുന്നു. അന്നേരം ഞാനൊരു നിർദ്ദേശം വെച്ച അഭിപ്രായം പറഞ്ഞു. അത് ആവശ്യപ്പെട്ടിരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഈ വികാരം സർക്കാരിനെ അറിയിക്കാൻ ഒരു മാർഗമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നമ്മൾ ഈ പന്തളം പ്രദേശത്തുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാതെ നമ്മളത് ബഹിഷ്കരിക്കുക. ആ ഒരു സന്ദേശം, വ്യക്തമായ സന്ദേശം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഞങ്ങൾ പന്തളത്തുകാർ ഇതിനകത്ത് വോട്ട് ചെയ്യുന്നില്ല എന്ന് നമ്മളൊരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കാൻ നമ്മൾ ജനങ്ങൾക്ക് ഇടയിൽ പ്രചരണം നടത്തുക. ആ ജനങ്ങളപ്പം നമ്മളോടൊപ്പം നിൽക്കും. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അത് ചിന്തിക്കുന്നുണ്ട്, ഇന്ന് പന്തളത്തുകാർ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നില്ല, അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കണം, അത് പരിഹരിച്ചുകൊണ്ട് പന്തളത്തെ ജനങ്ങളെയും ഈ ജനാധിപത്യത്തിൻ്റെ ഭാഗമായ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ചർച്ച നടത്തും, പന്തളത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തും. നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ ഇതേ ഉള്ളൂ മാർഗം എന്നൊരു നിർദ്ദേശം ഞാൻ വെച്ചു. നിർദ്ദേശം വെച്ചപ്പോൾ പലരും, ഈ രാഷ്ട്രീയ മോഹമുള്ളവരായിരുന്നു, പല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതൃസ്ഥാനത്തൊക്കെ ഇരിക്കുന്നവരായിരുന്നു ഈ ജനകീയ വികസന സമിതി ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലൊരു ഉണ്ടാക്കി വെച്ചിട്ട് അവിടെയുടെ സമ്മേളനങ്ങളൊക്കെ നടത്തുക, പ്രചരണം നടത്തുക, നോട്ടീസ് പ്രചരിപ്പിക്കുക. അതിൽ കൂടി ആ പ്രദേശത്തെ ജനങ്ങൾ കുറച്ച് പേരെ സ്വന്തം പക്ഷത്ത് കൊണ്ടുവന്നിട്ട് വരുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് അതിനകത്ത് സ്ഥാനമാനങ്ങൾ, ഒരു കൗൺസിലറാകണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജനകീയ വികസന സമിതി എന്ന ആ ഒരു സംഘടനയുമായിട്ട് മുന്നോട്ട് വന്നവരുടെ ലക്ഷ്യം. അവരിൽ പലരും അത് നേടുകയും ചെയ്തു. അവർ കൗൺസിലർമാരും ഒക്കെയായി. അങ്ങനെ അവരുടെ കാര്യങ്ങൾ നേടി. അവർക്ക് ഒന്നും പന്തളം വളർന്നു വരണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹമൊന്നുമില്ലാതിരുന്നതാണ് ഈ പന്തളത്തിൻ്റെ ഈ ഗതികേടിന് കാരണം. അവരെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. പന്തളത്തുകാർക്ക് പന്തളം എന്നുള്ള വികാരം പന്തളത്തുകാർക്കില്ല. പന്തളത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, പന്തളത്ത് മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ പന്തളത്തുകാരില്ല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും ഹിന്ദുവുമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്. പക്ഷേ പന്തളത്തുകാരില്ല. അതാണ് ഈ പന്തളത്തിന് വന്ന ഗതികേട്. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി എൻ്റെ നാട് പന്തളം വികസിക്കണം, ലോകം മൊത്തം എൻ്റെ നാട് അറിയപ്പെടണം എന്ന ഒരു വികാരം ഇല്ലാത്ത ഒരു ജനവിഭാഗമായി പോയി പന്തളം പ്രദേശത്തുകാർ. ഇത് തന്നെയാണ് പന്തളത്തിൻ്റെ ഗതികേടിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും അതിൻ്റെ കാരണം.
പന്തളത്തിനെക്കുറിച്ച് പന്തളത്തുകാരൻ എന്നുള്ള ഒരു വികാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പന്തളത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതൊന്നുമില്ലാതെ എങ്ങനെയും പന്തളം എങ്ങനെ പോയാലും പ്രശ്നമില്ല എന്നുള്ള ചിന്താഗതിയിലാണ്. നേരത്തെ ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പണ്ട് NCCയുടെ 10ാം ബറ്റാലിയൻ്റെ ആസ്ഥാനം പന്തളമായിരുന്നു. ഈ ബറ്റാലിയൻ ആസ്ഥാനം ഇവിടുന്ന് മാറ്റി ചെങ്ങന്നൂരിൽ മാറ്റി. പന്തളത്തുകാരും പ്രതികരിച്ചില്ല. പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ആസ്ഥാനം പന്തളമായിരുന്നു. ഇത് ബ്ലോക്കുകൾ വിപുലപ്പെടുത്തി, അതായത് സംയോജിപ്പിച്ച് വിപുലപ്പെടുത്തിയപ്പോൾ കൊളനട ബ്ലോക്കും പന്തളം ബ്ലോക്കും കൂടെ കൂട്ടിച്ചേർത്ത് പന്തളം ബ്ലോക്ക് ഉണ്ടാക്കി. പന്തളം ബ്ലോക്ക് രൂപീകരിച്ചപ്പോൾ ന്യായമായിട്ടും ഇതിൻ്റെ ആസ്ഥാനം പന്തളത്തായിരുന്നു നിലനിർത്തേണ്ടിയിരുന്നത്. എന്നാൽ പേര് മാത്രം പന്തളം ബ്ലോക്ക് എന്ന് കൊടുത്തുകൊണ്ട്, പേര് നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ ആസ്ഥാനം കൊളനടയ്ക്ക് മാറ്റി. കൊളനടയ്ക്ക് മാറ്റിയപ്പോഴും പന്തളത്തെ രാഷ്ട്രീയക്കാർ അന്ന് കുറേ പ്രതിഷേധിച്ചതല്ലാതെ അന്നത്തെ MLA ഉൾപ്പെടെ ആരും ഇതിനോട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാതിരുന്നതുകൊണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമൊന്നും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാതിരുന്നതുകൊണ്ട് പന്തളത്തിന് ബ്ലോക്ക് ആസ്ഥാനം നഷ്ടപ്പെട്ടു. ഇതുപോലെയാണ് പന്തളത്തു നിന്ന് പല സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരു കാലത്ത് പത്തനംതിട്ട ജില്ലാ രൂപീകരണത്തിന് മുമ്പ് വരെയുള്ള, അതായത് 80കളിലെ ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പൊക്കെ ആലോചിച്ച്, പന്തളം എന്ന് പറയുന്നത് വ്യാവസായികമായും വിദ്യാഭ്യാസപരമായും ആതുര ശുശ്രൂഷ രംഗത്തും മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും മുൻപിൽ നിന്നിരുന്ന പ്രദേശമായിരുന്നു പന്തളം. NSSൻ്റെ സ്ഥാപകനായ സമുദായാചാര്യൻ ഭാരതകേസരി ശ്രീ മന്നത്തു പത്മനാഭൻ പന്തളത്തിനെ NSSൻ്റെ 2ാം ആസ്ഥാനം എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നതും അതനുസരിച്ചായിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചതും. അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു NSSൻ്റെ മേജർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പന്തളത്ത് തുടങ്ങിയത്. ഈ NSS പോളിടെക്നിക്ക് പന്തളത്ത് തുടങ്ങിയത്, മന്നം ഷുഗർ മിൽസ് പന്തളത്ത് തുടങ്ങിയത് വ്യാവസായികമായിട്ട്. അതേപോലെ തന്നെ NSS മെഡിക്കൽ മിഷൻ ആശുപത്രി, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പന്തളത്ത് സ്ഥാപിച്ച് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പന്തളത്തെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ അത് പിന്നീട് വന്ന NSS നേതൃത്വമാകട്ടെ, സർക്കാരാകട്ടെ, ഇവിടുത്തെ ജനങ്ങളാകട്ടെ പന്തളത്തെക്കുറിച്ച് വികസനത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക ഒന്നും ചെയ്യാതെ ഇതേപോലുള്ള മുൻപോട്ട് വന്നിരുന്നതിനെ പിന്നോട്ട് പിടിച്ചു വലിക്കുകയാണ് ചെയ്തത്. അന്ന് കാലത്ത് ഈ പന്തളം NSS കോളേജിൽ പഠിക്കാൻ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല ഉൾപ്പെടെ പല പ്രദേശത്തു നിന്നും ഈ പന്തളം കോളേജിലായിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ പല മുൻ മന്ത്രിമാരും പല നേതാക്കന്മാരും ഈ കോളേജിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങിയത്. അത്രമാത്രം പെരുമയുണ്ടായിരുന്ന ഒരു പന്തളമാണ് ഇന്ന് ഒന്നുമല്ലാതായിരുന്നത്. അന്ന് വെറും ഈ വളരെയേറെ പിന്നോക്കം കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു പത്തനംതിട്ടയാണേലും അടൂരാണേലും. ഇന്ന് ആ പ്രദേശങ്ങളുടെ പുരോഗതി ഒന്ന് കണ്ടു നോക്കൂ. അവിടുത്തെ ജനങ്ങൾ, അതിന് കാരണം എന്താണ്? അവിടുത്തെ ജനങ്ങൾ ആ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചു. പന്തളത്തിന് വന്ന അധോഗതിയുടെ കാരണം എന്താണ്? ഇവിടുത്തെ ജനങ്ങൾ പന്തളം എന്ന ഒരു വികാരം മറന്ന് സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ കാര്യം മാത്രം നോക്കി നിന്നു. അതുകൊണ്ടാണ് പന്തളത്തിനുണ്ടായ ഈ അപജയത്തിന് കാരണം. വേറൊരു രസം കൂടെ ആലോചിച്ച് നോക്കുക. പന്തളത്തിൻ്റെ പഴയ പന്തളം രാജ്യത്തിൻ്റെ ഒരു ഡിവിഷനായിരുന്ന കോന്നി വരെ താലൂക്കായി ഉയർത്തപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത കേൾക്കാൻ പോകുന്നത് പത്തനംതിട്ടയിലെ അധികം താമസിക്കുക മിക്കവാറും അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോൾ അടുത്ത ഒരു താലൂക്ക് വരും. ഏതായിരിക്കും? കോഴഞ്ചേരി താലൂക്ക്. അത് ഏകദേശം ഇടതുമുന്നണി അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ടെന്നും അങ്ങനെ നീക്കം നടക്കുന്നുണ്ടെന്നും അറിയുന്നു. എന്നിട്ടും പന്തളത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകട്ടെ, ജനങ്ങളാകട്ടെ, മറ്റെന്തെങ്കിലും സംഘടനകളാകട്ടെ പന്തളം താലൂക്ക് രൂപീകരിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ഇന്ന് വരെ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല. ഇനിയും പന്തളം ഇതിലും പുറകോട്ട് പോവുകയുള്ളൂ. ജനങ്ങൾ ഈ രീതിയിൽ ജനങ്ങളുടെയും നേതാക്കന്മാരുടെയും മനോഭാവം ഈ രീതിയിൽ, അവരുടെ പ്രവർത്തനം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പന്തളം വീണ്ടും
പിന്നോട്ട് അടിക്കപ്പെടുകയുള്ളൂ. ഇങ്ങനെ അടൂരിൻ്റെയൊക്കെ വളർച്ച ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടൂർ ഒരു കാലത്ത് അടൂർ ചിലപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പന്തളം മുനിസിപ്പാലിറ്റിയെ കൂടെ അടൂരുമായിട്ട് കൂട്ടിച്ചേർത്ത് അടൂർ കോർപ്പറേഷൻ ഉണ്ടാകും. അപ്പോൾ അടൂരിൻ്റെ വെറും കേവലം ഒരു വാർഡായിട്ട് മാത്രം മാറി പന്തളം തീർത്തും അധപ്പതിച്ചു പോകും എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പന്തളത്തിൻ്റെയും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെയും പോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അന്ന് നമ്മൾ ചിന്തിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒരു കാര്യവുമില്ല. പ്രവർത്തിക്കുന്നു എങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കണം, ഇപ്പോൾ അതിനായി പരിശ്രമിക്കണം. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അതിന് തയ്യാറാകണം. രാഷ്ട്രീയ നേതൃത്വം അതിന് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ പന്തളത്തെ ജനങ്ങൾ ഇവരെ കൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇവരെ നിർബന്ധിതരാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ പന്തളം ഇനിയും പിന്നോട്ട് പോവുകയുള്ളൂ. പന്തളം വെറും ഒരു കോർപ്പറേഷൻ്റെ അടൂർ കോർപ്പറേഷൻ്റെയൊക്കെ ഒരു വാർഡായിട്ട് അധപ്പതിക്കുന്ന കാലം അധികം വിദൂരമല്ല എന്ന് മാത്രം ഞാൻ ഇവിടുത്തെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, പന്തളത്തുകാരെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.